ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഈ ബൈബിൾ ക്വിസിന്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന്. ഉൽപ്പത്തി മുതൽ തുടങ്ങിയ നമ്മുടെ ഈ ബൈബിൾ ക്വിസ് വെളിപ്പാടിലെ ഇന്ന് അവസാന ബൈബിൾ ക്വിസ് വരെ എത്തിക്കുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ കഴിവും എടുക്കുമൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. സകല മാനവ മഹത്വം കർത്താവിന് അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇതിന് പിൻപിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും രോഗത്താലൊക്കെ ഭാരപ്പെട്ടപ്പോൾ ഇതൊന്നും മുടങ്ങിപ്പോകാതെ, ഒരാഴ്ച പോലും മുടങ്ങിപ്പോകാതെ നടത്തുവാൻ ദൈവം സഹായിച്ചു. ഇതിനെല്ലാം പിൻപിൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ എന്നെ ഈ ബൈബിൾ ക്വിസിൽ ഹെൽപ്പ് ചെയ്ത എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനെ ഈ സമയത്ത് ഓർക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. അതിന് മുൻപായിട്ടൊരു കാര്യം പറയട്ടെ. പുതിയ ബൈബിൾ ക്വിസ് തുടങ്ങുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും പിൻപിൽ പ്രാർത്ഥനയുടെ വലിയ കരങ്ങൾ, വലിയ ശക്തിയാണ്. ശരിയല്ലേ? ഏത് വിഷയത്തിന്മേലും ഒരു മറുപടി, അല്ലെങ്കിൽ നമ്മുടെ വിഷയം ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ആ വിഷയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പുതിയ ബൈബിൾ ക്വിസ് തുടങ്ങുമ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ്. എനിക്കറിയാം, ഇത് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇതിൻ്റെ വിജയിയെ പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ പുതിയ ബൈബിൾ ക്വിസ് തുടങ്ങുവാൻ ദൈവം സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. വേഗത്തിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യം വെളിപ്പാട് പുസ്തകം 16 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആറാമത്തെ കലശം ഒഴിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ, മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ. ഓപ്ഷൻ ബി, യൂഫ്രട്ടീസ് നദിയിൽ. ഓപ്ഷൻ സി, സൂര്യനിൽ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: വെള്ള കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ തലയിൽ എന്തുണ്ടായിരുന്നു? ഓപ്ഷൻ എ, രാജമുടി. ഓപ്ഷൻ ബി, കിരീടം. ഓപ്ഷൻ സി, അനേകം രാജമുടി. മൂന്നാമത്തെ ചോദ്യം: ദൂതൻ അളന്നപ്പോൾ നീളവും വീതിയും ഉയരവും ഒരുപോലെ കണ്ടെത്തപ്പെട്ട വിശുദ്ധ നഗരത്തിൻ്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ എ 1200 നാഴിക. ഓപ്ഷൻ ബി 12000 നാഴിക. ഓപ്ഷൻ സി 2000 നാഴിക. നാലാമത്തെ ചോദ്യം ഇതാണ്: ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ മുദ്രയിടരുതെന്ന് ദൂതൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അഞ്ചാമത്തെ ചോദ്യം: സകല ജാതികളും വന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമസ്കരിപ്പാൻ കാരണമായത് എന്താണ്? ആറാമത്തെ ചോദ്യം ഇതാണ്: നഗരമതിലിൻ്റെ 4ാമത്തെ അടിസ്ഥാനം എന്തുകൊണ്ടുള്ളതാണ്? ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ശത്രുവിനെ ബന്ധിക്കാൻ ഉപയോഗിച്ച 2 വസ്തുക്കൾ ഏവ? എട്ടാമത്തെ ചോദ്യം ഇതാണ്: മഹാബാബിലോന്റെ വീഴ്ചയിൽ ഏറ്റവും കൂടുതൽ വിലപിച്ച 3 കൂട്ടർ ആരൊക്കെയാണ്? ഒൻപതാമത്തെ ചോദ്യം: മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്ന് പറഞ്ഞത് ആരോടാണ്? പത്താമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമാണ്. യേശുവിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ പെട്ടിട്ടുണ്ട്. ഒരു രാജാവിൻ്റെ നിദ്രയിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സകല ജാതികളുടെയും ക്ഷേമവുമായി എനിക്ക് ബന്ധമുണ്ട്. ഞാൻ ആരാണ്? ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ നിബന്ധനകൾ എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ദിവസമാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. അതുപോലെ തന്നെ എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കുക. റഫറൻസ് ആവശ്യമാണ്. ഉത്തരത്തിന് മുകളിലായിട്ട് നിങ്ങളുടെ പേരുകൂടി ഒന്ന് എഴുതിയാൽ വളരെ നന്നായിരിക്കും. പേരുകളൊക്കെ വായിക്കുവാനായിട്ട് വളരെ വേഗത്തിൽ വായിക്കുവാൻ സാധിക്കും. വേഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ വെളിപ്പാട് പുസ്തകം 8 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ജാതികൾ വിശുദ്ധ നഗരത്തെ എത്ര മാസം ചവിട്ടും? ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി 42 മാസം. വെളിപ്പാട് 11:2. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ചക്കിൽ നിന്ന് രക്തം എത്ര ദൂരത്തോളം ഒഴുകി? ഉത്തരം ഇതാണ്. ഓപ്ഷൻ എ 200 നാഴിക. വെളിപ്പാട് 14:20. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഭൂകമ്പത്തിൽ എത്ര പേർ മരിച്ചുപോയി? ഉത്തരം ഓപ്ഷൻ സി 7000 പേർ. 11:13. നാലാമത്തെ ചോദ്യം: ഭൂമിയിലെ നിവാസികൾ സന്തോഷിക്കുകയും
സമ്മാനങ്ങൾ അയക്കുകയും ചെയ്തത് ആരുടെ മരണശേഷമായിരുന്നു? ഉത്തരം ഇതാണ്, 2 സാക്ഷികളുടെ മരണശേഷം. വെളിപ്പാട് 11:10. 5-ാമത്തെ ചോദ്യം ഇതായിരുന്നു, യോഹന്നാൻ കണ്ട വെളിപ്പാടിൽ എഴുതാതെ വിട്ടത് എന്താണ്? ഉത്തരം ഇതാണ്, വെളിപ്പാട് 10:4. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ യോഹന്നാൻ കണ്ട വെളിപ്പാടിൽ എഴുതാതെ വിട്ടത് 7 ഇടി മുഴക്കിയതാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. 6-ാമത്തെ ചോദ്യം ഇതായിരുന്നു, 2 ഭാഷയിൽ പേര് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഇതാണ്, അഗാധദൂതന്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവൻ എന്നും പേർ. വെളിപ്പാട് 9:11. 7-ാമത്തെ ചോദ്യം ഇതായിരുന്നു, ദൂതൻ എന്തിലാണ് യാഗപീഠത്തിലെ കനൽ നിറച്ചത്? ഉത്തരം ഇതാണ്, ധൂപകലശത്തിൽ. വെളിപ്പാട് 8:5. 8-ാമത്തെ ചോദ്യം, ജലത്തിന്മേലും കരയിന്മേലും ഒരേ സമയം പാദങ്ങൾ വെച്ച് നിന്നത് ആരാണ്? ഉത്തരം ഇതാണ്, ബലമുള്ള ദൂതൻ. വെളിപ്പാട് 10:12. 9-ാമത്തെ ചോദ്യം ഇതായിരുന്നു, അഗ്നിവർണ്ണവുമായി ബന്ധപ്പെടുത്തി ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? അഗ്നിവർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നി എന്ന് പറഞ്ഞാൽ തീ, വർണ്ണം എന്നാൽ നിറം. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് തീ നിറമാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ്, തീ നിറമുള്ള മഹാസർപ്പം. വെളിപ്പാട് 12:3. തീ നിറമുള്ള കവചങ്ങൾ. വെളിപ്പാട് 9:17. മറ്റ് പല ഉത്തരവും വന്നിട്ടുണ്ട്, എന്നാൽ നമ്മുടെ ചോദ്യവുമായിട്ട് അതിന് യാതൊരുവിധ സാമ്യവുമില്ല. 10-ാമത്തെ ചോദ്യം ഇതായിരുന്നു, സ്വർഗീയ ആലയം തുറക്കപ്പെട്ടതിനെ തുടർന്ന് പ്രകടമായ 5 പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? വെളിപ്പാട് 11:19 ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി, മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. എല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ എലിസബത്ത് സാർ, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ ഷീല സുനിൽ, സിസ്റ്റർ റെജി മോൾ, സിസ്റ്റർ ആശായെ, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ഗീതമ്മ രാജു. 2-ാമത്തെ ആൻസർ ഒന്നുകൂടി ചേർക്കുന്നുണ്ട്. ഓക്കെ. സിസ്റ്റർ ഷേബ ഫിനി, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ ഡെൻസി ജോൺസൺ, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ സൗമ്യ, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ സുശീല ജോസ്, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്. സിസ്റ്റർ സുശീല ജോസ് 9-ാമത്തെ എന്നോട് ചേർത്തിട്ടുണ്ട്. സിസ്റ്റർ മോളി ജേക്കബ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ജിമി മാത്യു, സിസ്റ്റർ ഗീതമ്മ വർഗീസ്, സിസ്റ്റർ സാറാമ ഡേവിഡ്, ബ്രദർ ശശി സി കോട്ടയം, സിസ്റ്റർ ഡാലി ജെയിൻ, സിസ്റ്റർ അനീറ്റ ഷൈജു, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ആൻസി ജോൺ തോമസ് ജോൺ, സിസ്റ്റർ സുസമ്മ തോമസ്, സിസ്റ്റർ സുസമ്മ തോമസ്, ഗോഡ് ബ്ലസ് യു ബ്രദർ, താങ്ക് യു. സിസ്റ്റർ ലിജിമോ കെ ചാമ്പൻ, സിസ്റ്റർ ആലിസ് യോഹന്നാൻ, സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, സിസ്റ്റർ മറിയാമ്മ മാത്യു,
സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ റനീസ, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ സാറാമ ജോസഫ്, സിസ്റ്റർ എലീസ. ഒരു വാക്യം മാത്രമാണ് എഴുതിയത്. നിങ്ങൾ പുറകെ 98 ആ ഒരു വാക്യം മാത്രം കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് അയക്കണം. സിസ്റ്റർ വത്സമ്മ വർഗീസ്, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ ജെസ്സി ആൻ്റണി താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, വെൽക്കം. സിസ്റ്റർ ആനീസ് കറിയ. ഇത്രയും പേരാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. ശരി ഉത്തരം അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ബൈബിൾ ക്വിസിൽ ആദ്യോടൊന്നും പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ദൈവകൃപയാൽ നമ്മുടെ പുതിയ ബൈബിൾ ക്വിസ് തുടങ്ങുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം അതിന് കൃപ തരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.